പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ നമ്മൾ നവീൻ്റെ അടുത്തൊരു ഇഷ്ടവും തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ അവന്തിക ചിന്തിക്കുന്നുണ്ട്, എനിക്കെന്തായാലും ഇത്രയ്ക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടത്തതുമില്ല, നല്ലൊരു ബന്ധമൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ബന്ധം എനിക്കിനി ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടത്തില്ല എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മൾ അവന്തികയുടെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവന്തിക ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അച്ഛൻ്റെ ഈ ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും എനിക്ക് നല്ലൊരു വിവാഹാലോചന വരത്തില്ലെന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെയാണെങ്കിലും നമ്മൾ അവന്തികയ്ക്ക് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവന്തികയാണെങ്കിൽ എന്തായാലും ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്തായാലും അച്ഛനെ കൊണ്ടാണെങ്കിൽ നവീനായിട്ടുള്ള കല്യാണം എന്തായാലും ഉറപ്പിക്കണമൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ആയിട്ട് നമ്മൾ അവന്തികയാണെങ്കിൽ നാഗേന്ദ്രനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ അവന്തിക നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ എന്തായാലും എനിക്കാണെങ്കിൽ നവീനേട്ടനെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് അച്ഛൻ ഈ കല്യാണം എങ്ങനെയും ഒന്ന് റെഡിയാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നത്, അച്ഛൻ എന്താ പറയുന്നത്, ഇതിലും കൂടുതൽ നല്ലൊരു ബന്ധം എങ്ങനെയാ അച്ഛാ എനിക്ക് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട് നാഗേന്ദ്രൻ്റെ അടുത്ത്. അല്ലാതെ അച്ഛനാണെങ്കിൽ എനിക്ക് പറ്റിയ വേറെ ഏതെങ്കിലും നല്ല ബന്ധമോ അതോ വേറൊരു ചെറുക്കനെയൊക്കെ അച്ഛൻ കണ്ടു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇതിനെക്കാട്ടി നല്ലൊരു നിനക്ക് ഭർത്താവാകാൻ നല്ല യോഗ്യതയുള്ളൊരു പയ്യനുണ്ട്, അത് നിൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് ആരെ കാര്യം പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടെന്ന്, അത് ആരാണെന്നൊക്കെ നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കാണെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവില്ലേ, അത് വേറെ ആരുമല്ല, അവിടെ അനിയുടെ കാര്യമാണ് പറയുന്നത്, അനിയുടെ വിവാഹം കഴിഞ്ഞതാണ്, പക്ഷെ അവർ ആണെങ്കിൽ ഭാര്യ ഭർത്താവായിട്ടൊന്നും ജീവിച്ചിട്ടൊന്നും ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പം പിന്നെ ആണെങ്കിൽ ഇപ്പം നിന്നെ ആണെങ്കിൽ അവിടെ എല്ലാവർക്കും ഇഷ്ടവും കാര്യങ്ങളും, അത് കണക്ക് ജാനകിക്കാണെങ്കിലും നിന്നെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് തന്നെ നോക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ അവന്തിക എടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം നിൻ്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം പറയുകയാണെങ്കിൽ അവർ ചെയ്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി ആണെങ്കിലും അതിനെ തന്നെ സമ്മതിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല പിന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും, നമ്മളെ കൂട്ടത്തിൽ അനിയെ കൂട്ടാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നാഗേന്ദ്രൻ. ആ സമയത്താണെങ്കിലും നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അച്ഛാ അതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് നിൻ്റെ മനസ്സ് ഫുള്ള് ഇപ്പം നവീനുള്ളത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആലോചനയും കാര്യങ്ങളും നിനക്ക് വന്നില്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ അനിയുടെ കാര്യം പറയുമ്പം നിനക്ക് അപ്പോൾ ഒരു ഇഷ്ടം അനിയടുത്ത് തോന്നിയതിനൊക്കെ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും നീ സമയം എടുത്തൊക്കെ നീ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കാനൊക്കെ നമ്മൾ നാഗേന്ദ്രൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും മനസ്സിൽ മൊത്തം നമ്മൾ നവീൻ കയറി പറ്റിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അച്ഛൻ പറയുന്ന ഒരു കാര്യം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എനിക്കും ബാധിക്കും എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമ്മൾ അവന്തികയുടെ മനസ്സിൽ ഓരോ കൺഫ്യൂഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പിന്നാണെങ്കിലും നമ്മൾ അനിയാണെങ്കിൽ നവീൻ്റെ അടുത്ത് നമ്മൾ അവന്തികയെ കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി അവന്തികയെ വിഷമിപ്പിക്കരുത്, കാര്യം അവളെ ഇടയ്ക്ക് അമ്മയൊക്കെ ആയിട്ട് പിരിഞ്ഞും ഒക്കെ നിന്നല്ലേ. ആ സമയത്തൊക്കെ ആണെങ്കിലും അവന്തിക ഒരുപാട് സങ്കടപ്പെട്ടിട്ടൊക്കെ ഉള്ളത്, അതുകൊണ്ട് ഇനി എന്തായാലും അവന്തികയെ വിഷമിപ്പിക്കാനാണെങ്കിൽ മുത്തശ്ശനാണെങ്കിലും തയ്യാറാവത്തില്ല. പിന്നെ അതുമല്ല നീ ആണെങ്കിലും അവന്തികയെ നല്ലപോലെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ മുത്തശ്ശിനിക്കൊക്കെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അനി പറയുന്നുണ്ട്, എന്തായാലും നീ ആണെങ്കിൽ നന്ദുവിൻ്റെ അടുത്താണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല, അവൾക്കാണെങ്കിലും നിൻ്റെ അടുത്ത് താല്പര്യം ഉണ്ടോ എന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ അനിയാണെങ്കിലും നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ വീണ്ടും നമ്മൾ അവന്തികയെ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നവീനെ ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് നവീൻ പറയുന്നുണ്ട്, ഞാൻ ആണെങ്കിൽ ഇപ്പം മൊത്തത്തിൽ കുഴപ്പത്തിലാണല്ലോ അനി എന്നൊക്കെ നമ്മൾ നവീനും പറയുന്നുണ്ട്. ആ സമയത്താണ് അനി പറയുന്നത്, എന്തായാലും നീ ആണെങ്കിൽ ഒരു പെണ്ണിൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത്രയ്ക്കും ആണല്ലോ അവന്തിക വന്ന് നിൻ്റെ അടുത്ത് സംസാരിച്ചത്. അതുമല്ല മുത്തശ്ശന്മാർക്കാണെങ്കിലും ഈ കല്യാണത്തിന് ഒരു താല്പര്യമുണ്ട്, അത് കണക്ക് നിൻ്റെ അമ്മയ്ക്കും ഈ കല്യാണത്തിനൊരു താല്പര്യം ഉണ്ടെന്നൊക്കെയാണ് കേട്ടതെന്നൊക്കെ അനി പറയുന്നുണ്ട്. അതുകൊണ്ട് അനി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം നിൻ്റെ അടുത്ത് ഉള്ള ഇഷ്ടം എന്തായാലും നീ ആണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, അതുപോലെ നന്ദുവിനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ഒന്നും കാര്യങ്ങളും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം എന്തായാലും നീ അവന്തികയെ കല്യാണം കഴിച്ച് ജീവിക്കാനൊക്കെ നോക്കാനാണെങ്കിൽ നമ്മൾ അനി നവീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നവീൻ്റെ മനസ്സ് മാറ്റാനൊക്കെ ഉള്ള ശ്രമത്തിലൊക്കെ നമ്മൾ അനിയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.